സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി, തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പിന്നണിയായി, സുകൃതവനിലാരോ പാടും ആശംസാമംഗളമായി. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി, പൂന്തിങ്കൾ പിൻമണിയായി, സുകൃതവനിലാരോ പാടും ആശംസാമംഗളമായി. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി, തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പിൻമണിയായി, സുകൃതവനിലാരോ പാടും ആശംസാമംഗളമായി. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി. ചോദിക്കാം. ഹരിച്ചേട്ടാ, തീർത്ഥക്കുട്ടി ഓ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി യുവർ വോയിസ്, ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ഉണ്ട്. സ്വീറ്റ് ആയിരുന്നു മൊത്തത്തിൽ ആ സോങ് കേൾക്കാൻ. ഓൾറെഡി ചിത്രമായി അത്രയും പാടി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പം അത് പാടി ഒപ്പിക്കാനും പാടാണ്. അതിൻ്റെ എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചിത്രമായി പാടുന്നത്. അപ്പം അത് മോള് ഒരുവിധം എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പാടി മൊത്തത്തിൽ കേട്ടോ. പിന്നെ ഞാൻ ആകെ അത് ഒരെണ്ണം മിസ്സായി അല്ലേ. എനിക്ക് സംഭവിക്കാറുള്ളതാണ് എല്ലാവർക്കും. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ഞാൻ ആകെ എഴുതിയത് ഇതിൽ ആ സ്വരം മാത്രം ഒന്ന് പാടാവും. അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. ഈ ടോപ്പ് പോർഷനിൽ പോകുമ്പോൾ കുറച്ചൊന്ന് മൈക്ക് കൺട്രോൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഗാരി ഭയങ്കര ലൗഡല്ലേ, അപ്പൊ ഒന്ന് അങ്ങനെ ഒന്ന് പാടി നോക്കിയേ. നീധസ. ഓക്കെ, നേരത്തെ നീ പസ എന്നാണോ പാടിയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാനത് നോട്ട് വേറെ ആണല്ലോ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പാടി മോള്. നേരത്തെ പെർഫോം ചെയ്ത സമയത്ത് നീ പസ എന്തോ ആണ് പാടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ തെറ്റാണോ എന്നുള്ളത് ഞാനിങ്ങനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. ബട്ട് നൈസ് പെർഫോമൻസ്, വെരി നൈസ് പെർഫോമൻസ്. കീപ് ഗോയിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക സായ പറയട്ടെ, ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞാലേ അല്ല, എനിക്ക് എനിക്കൊരു കാര്യം അറിയാനുണ്ടോ? എന്തെന്നത് എങ്ങനെയായോ അതെന്താ അതെന്താ അയ്യോ എനിക്കിപ്പോ പറഞ്ഞാലേ അത് സായായിരുന്നു ആ സീനിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. അനക്കെന്താ ഈ വീട്ടിൽ കട്ടിലൊക്കെ പറഞ്ഞു കട്ടിലെന്തായാലും പറഞ്ഞാൽ അത് ഉറപ്പാണ്. സായി ചേച്ചി. തീർത്ഥ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പാടി. ബ്യൂട്ടിഫുൾ റെൻഡിഷൻ. അത് തെറ്റിച്ചത് ഓക്കെ, നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യം. പക്ഷെ നമ്മളെല്ലാരും ചിലപ്പോൾ അവിടെ പാനിക് അടിച്ചേനെ, തെറ്റിയിട്ട് നമ്മളിനിപ്പോ പാടണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നേനെ. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് വേണ്ടത്, പ്രസൻസ് ഓഫ് മൈൻഡ്. പോയാലുണ്ടല്ലോ അത് വിടാൻ പാടില്ല. നമുക്ക് ഒരു മിനിറ്റ് ഒന്നും കൂടി എടുക്കാം, അങ്ങനത്തെ ഒരു സാധനം ഇല്ലാണ്ട് ഷീ ആക്ച്വലി മുന്നോട്ടേക്ക് പോയി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് തോന്നി, എനിക്ക് അറിയില്ല കേട്ടോ, എനിക്കിത് അങ്ങനെ തെറ്റിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു ഗോൾഡൻ മൊമെന്റ് ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. തോന്നിട്ടോ അത്ര ബ്യൂട്ടിഫുള്ളി പാടി. ബ്യൂട്ടിഫുൾ റെൻഡറിങ് ആയിരുന്നു. തീർത്ത പാടിയ അനായാസേന പാടിയ ന്യൂവൻസസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചെറിയ ചെറിയ ഗമകങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. വെരി ലൈക്ക് വേ ടു ഗോ മാൻ, റിയലി ബ്യൂട്ടിഫുൾ. തീർത്ഥ, നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട് മോളെ. പ്രാവശ്യം നമുക്ക് ആ ലൈൻ പോയി. പക്ഷെ ആക്ച്വലി ലൈൻ പോയത് മോൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. മോളടിക്കുന്ന നിന്ന് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ടഡ്. അത് മോളത് ചെയ്തു, ഗ്രേസ്ഫുള്ളി ചെയ്തു എന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും ഒരു കാര്യം ചോദിക്കട്ടെ. തീർച്ചയായിട്ടും ഈ പാട്ടിൻ്റെ ഈ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പം ഈ ഒരു പാട്ടാണ് തീർത്ഥ പാടാൻ പോകുന്നേ എന്നറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് പാട്ട് കുറേ പ്രാവശ്യം കേൾക്കും. പിന്നെ ലിറിക്സ് എഴുതിയെടുക്കും, പാട്ട് വെച്ചിട്ട് ലിറിക്സ് എഴുതിയെടുക്കും. വെരി ഗുഡ്, വെരി നൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സംഗതിയായിട്ട് പഠിക്കാൻ തുടങ്ങും. പല്ലവി കേട്ട് അനുപല്ലവി, അങ്ങനെ എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടോ? എഴുതിയാണോ എടുക്കണേ അതോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത്? ചില ആളുകൾ ചിരിക്കുന്നുണ്ട്. മോളെ വൈക, എന്താണ് പ്രോസസ്? ഇതന്നെയാണ് സ്ക്രീൻഷോട്ട് നോക്കി പാടുക, ഇതാണോ? ഫ്ലിപ്പാണോ? അതും ഇല്ലേ? അത് തന്നെയാണ്. അടുത്ത തവണ തൊട്ട് നമ്മൾ ശിക്ഷയാണ് കേട്ടോ. അടുത്ത തവണ തൊട്ട് നിങ്ങൾ പാടാൻ പോകുന്ന പാട്ടുകൾ ഏതാണെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് കൊണ്ടുവരണം. അത് കലക്കി. സൂപ്പർ, നല്ല ഒരു തീരുമാനം. സ്വന്തം എഴുതണം, അച്ഛനും അമ്മയും എഴുതി തരുന്ന പരിപാടി അല്ലേ. കൈയക്ഷരം ഞങ്ങൾ ഇത് ഇനി അങ്ങോട്ടേക്ക് ഇപ്പം 2 പാട്ട് പാടിക്കഴിഞ്ഞില്ലേ? അതെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതൊക്കെ ഭാവിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ മോളെ. ഗംഭീരമായിട്ട് പാടി. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. വോയിസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര രസം കേൾക്കാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. തീർത്ഥക്കുട്ടി, സോ പ്രൗഡ് ഓഫ് യു. അപ്പൊ നെക്സ്റ്റ് ടൈം പാട്ട് എഴുതി കൊണ്ടുവന്നോ കേട്ടില്ല? ഓക്കേടാ, ബൈ.